വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദേവൂസ് ലൈഫ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു ടീനേജ് മേക്കപ്പ് ലുക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ കോളേജിലും സ്കൂളിലും ഒക്കെ പോകില്ലേ, ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക്. അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്കിൻ കെയറിൽ നിന്ന് തന്നെ തുടങ്ങണം. നമ്മളിപ്പോൾ സാധാരണ സ്കൂളിൽ പോകുന്ന ധൃതിയിൽ അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന ധൃതിയിൽ കുളിച്ചിട്ട് എന്നിട്ട് പെട്ടെന്ന് നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ പോകുന്നത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ബുദ്ധിമുട്ടാണ്. സ്കിന്നിന് ഒരുപാട് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മൾ സ്കിൻ കെയറിൽ നിന്നാണ് നമുക്ക് മേക്കപ്പിലേക്ക് പോകേണ്ടത്. അപ്പൊ ഞാനിപ്പോൾ ആദ്യം സ്കിൻ കെയറിനായിട്ട് മോയ്സ്ചറൈസർ ചെയ്യുവാണ്. അതിന് അലോവേര ജെല്ലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഞാൻ അതിന് കുറച്ചെടുത്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. അപ്പൊ നമ്മൾ അലോവേര ജെല്ല് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, അതായത് നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സൺസ്ക്രീമാണ്. നമുക്ക് സൺസ്ക്രീം നമ്മൾ യൂസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ മുഖത്ത് ടാൻ ഉണ്ടാവും. അപ്പൊ നമുക്കത് ടാനിൽ നിന്നും പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുക്കുന്ന SPF 30 ഉള്ള സൺസ്ക്രീമാണ്. അത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. അങ്ങനെ നമ്മൾ ഫേസിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. നമ്മൾ സൺസ്ക്രീൻ കുറച്ച് കൂടുതൽ ഇടണം. സൺസ്ക്രീൻ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ്. കാരണം നമുക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കാൻ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ അപ്ലൈ ചെയ്യാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻ്റെ ഫേസിൽ ടാൻ വരും. ഞാൻ അതുകൊണ്ട് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാറേ ഇല്ല. ഇപ്പം നോർമലി പുറത്ത് പോകുമ്പോൾ നമ്മൾ ഇതുള്ള ഫൗണ്ടേഷനും കൺസീലറും അങ്ങനെ നമ്മൾ ഉപയോഗിക്കില്ലല്ലോ. അപ്പം സാധാരണ പുറത്ത് പോകുമ്പോൾ പോലും ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കാറുണ്ട്. അത് ഞാൻ സ്കിപ്പ് ചെയ്യാറേ ഇല്ല. അത് അല്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. അപ്പോൾ ഞാൻ പറയാതെ നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്തത് കൺസീൽ ചെയ്യാം. അത് വേണമെങ്കിൽ ചെയ്താൽ മതി. കാരണം കോളേജിൽ പോകുമ്പോൾ ആരും അങ്ങനെ കൺസീലൊന്നും ചെയ്ത് പോകാറില്ല. അങ്ങനെ കൺസീൽ ചെയ്ത് പോകുന്നവർക്ക് കൺസീൽ ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് കൺസീൽ ചെയ്യാം. ഫൗണ്ടേഷൻ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല, കൺസീലാണ് ചെയ്യുന്നത്. കാരണം കുറച്ചതായി കണ്ണിന്റെ ഈ ഭാഗം എനിക്ക് ഇവിടെ നിന്നും എൻ്റെ ഈ ഫേസുമായിട്ട് ഈ കണ്ണിന് ചുറ്റും ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്. അതുപോലെ ഈ ഭാഗം വ്യത്യാസമുണ്ട്. അപ്പൊ ആ രണ്ട് ഭാഗം മാത്രം ഞാൻ എൻ്റെ ഈ നോർമൽ സ്കിൻ ടോണുമായിട്ടൊന്ന് മാച്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് ഞാൻ കൺസീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ കണ്ണിന് ചുറ്റും എൻ്റെ ഈ താടിയിലും ഞാൻ കൺസീൽ ചെയ്തു. ഇപ്പോൾ എൻ്റെ ഫേസുമായിട്ട് മാച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൺസീൽ ചെയ്ത ഭാഗത്തൊന്ന് കോമ്പാക്ട് പൗഡർ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. കൺസീൽ ചെയ്ത ഭാഗം മാത്രമേ ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നുള്ളൂ. അങ്ങനെ കൺസീൽ ചെയ്ത ഭാഗം ഞാനത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കോമ്പാക്ട് പൗഡർ ഉപയോഗിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐബ്രോ ചെയ്യാം. അത് നമുക്ക് നമ്മുടെ ഫേസിനൊരു ഡെഫിനിഷൻ തരുന്നതും ഫേസിനൊരു ഭംഗി തരുന്നതും നമ്മുടെ പുരുകമാണ്. ആ പുരുകം ശരിയായില്ലാത്ത പക്ഷം നമ്മുടെ എത്ര മേക്കപ്പ് ചെയ്താലും ഭംഗി കാണത്തില്ല. അപ്പൊ നമുക്ക് പുരുകം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഔട്ടർ ലൈൻ ഇങ്ങനെ വരയ്ക്കാം. അതിനുശേഷം ഇങ്ങനെ നമുക്ക് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്പൂലി വെച്ചൊന്ന് ചീകി കൊടുക്കാം. ഇത് രണ്ടോട്ടുള്ള വ്യത്യാസം കണ്ടോ? അങ്ങനെ നമ്മൾ പുരുക ഫില്ല് ചെയ്ത് കഴിഞ്ഞു. പുരുക ഫില്ല് ചെയ്യുമ്പോൾ തന്നെ ഫേസിൽ ഒരു ലൈറ്റ് വെയിറ്റ് ഉണ്ടാവും അല്ലെ? നമ്മുടെ ഒരു ഭംഗി ഉണ്ടാവും. നമ്മുടെ ഫേസിന് ഒരു ഡെഫിനിഷൻ കിട്ടും. പുരുകം മോശമായി കഴിഞ്ഞാൽ പുരുകം ഇല്ല അല്ലെങ്കിൽ പുരുകം മോശമാണ്
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ത്രെഡ് ചെയ്യുമ്പോൾ തന്നെ ചില പുരികങ്ങൾക്ക് വേരിയേഷൻ ഉണ്ടാവും. കാരണം ഒന്ന് വീതി കൂടുതലോ ഒന്ന് വീതി കുറവൊക്കെ ആവുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന്റെ ഭംഗി അങ്ങ് നഷ്ടപ്പെടും. അപ്പൊ നമ്മൾ അതിനെ ഇതുപോലെ നല്ല ഭംഗിയായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മുടെ ഫേസ് കുറച്ചുകൂടെ ഒരു ഭംഗി കിട്ടും. അപ്പൊ നമ്മൾ പുരികം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കാജൽ എഴുതാം. കാജൽ എഴുതാനായിട്ട് ഞാൻ കൊളോസൽ കാജലാണ് എടുക്കുന്നത്. കണ്ണിന്റെ താഴെയും മേളിലും നന്നായിട്ട് നമുക്കൊന്ന് എഴുതി കൊടുക്കാം. കണ്ടോ, ഇതുപോലെ കണ്ണിന്റെ മേളിലും താഴെയായിട്ട് നന്നായിട്ട് നമുക്ക് എഴുതി കൊടുക്കാം. കണ്ടോ, ഇപ്പൊ കണ്ണില് നമ്മൾ കൺമഷി എഴുതുമ്പോൾ തന്നെ കുറച്ചും കൂടെ കണ്ണിനൊരു ഭംഗി കിട്ടും. എന്റെ കണ്ണെന്ന് പറഞ്ഞാൽ പൊതുവെ എനിക്ക് കണ്ണിങ്ങനെ ഭയങ്കര വെളുത്തിട്ടിങ്ങനെ ഇരിക്കുന്ന ഒരു കണ്ണാണ്. അപ്പൊ എനിക്ക് കണ്ണിലിങ്ങനെ കാജൽ എഴുതിയാൽ മാത്രമേ എന്റെ കണ്ണിനൊരു ഡെഫിനേഷൻ കിട്ടുള്ളൂ. സാധാരണ നമ്മളിപ്പം കണ്ണിൽ ഒന്നും എഴുതാതിരുന്നു കഴിഞ്ഞാൽ എന്റെ കണ്ണിന് അങ്ങനെ ഒരു ഡെഫിനേഷനേ ഇല്ല. കാരണം വെളുവിളവിളാന്നിരിക്കുന്നൊരു കണ്ണാണ്. അപ്പൊ ഇനി കണ്ണിൽ എഴുതുമ്പോൾ കണ്ണിന്റെ ഷേപ്പ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ കാജൽ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഐലൈനർ എഴുതാം. നമ്മളിപ്പോ സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും നമ്മുടെ സ്കിപ്പ് ചെയ്യാത്ത ഒരു മേക്കപ്പ് ഉണ്ടെങ്കിൽ കണ്ണെഴുതുക എന്നുള്ളതാണ്. എല്ലാവരും കണ്ണെഴുതും. കണ്ണെഴുതിയിട്ടാണ് എല്ലാവരും സ്കൂളിൽ പോകാറുള്ളതും കോളേജിൽ പോകാറുള്ളതും. അപ്പൊ നമുക്ക് അതുപോലെ ഐലൈനർ എഴുതി കൊടുക്കാം. ചെറുതായിട്ട് നമുക്കൊരു വാലിട്ട് കൊടുക്കാം. കണ്ടോ, ഇനി നമുക്ക് താഴെ അതുപോലെ എഴുതി കൊടുക്കാം. കണ്ടോ, ഇനി ഇതുപോലെ നമുക്ക് ഇപ്പുറത്ത് എഴുതാം. അങ്ങനെ നമ്മൾ ഐലൈനർ എഴുതി കഴിഞ്ഞു. കണ്ടോ, ഇപ്പൊ ഞാൻ പുരുകവും എന്റെ കണ്ണും എഴുതിയപ്പോൾ ഫേസിനൊരു ഡെഫിനിഷൻ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു കണ്ണൊക്കെ എനിക്ക് ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ കണ്ണിന്റെ മേക്കപ്പിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് മസ്കാര. അതുപോലെ കണ്ണിന്റെ മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ കണ്ണിന്റെ മേൽ ഭാഗത്തും അതുപോലെ താഴെയും എഴുതി കൊടുക്കണം. കണ്ടോ, ഈ കണ്ണും നമ്മളൊരു ഡിഫറൻസ് കണ്ടോ? ഇതിൽ ലാഷസ് ഒക്കെ നല്ല തെളിഞ്ഞു നിൽക്കുന്നു. മറ്റേതില് അതുകൊണ്ട് ആ ഒരു കണ്ണ് കുറച്ചുകൂടി ഒരു ഭംഗിയുണ്ട്. അപ്പൊ നമ്മൾ രണ്ട് കണ്ണിലും മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. ലിപ്സ്റ്റിക് ഒന്നും കോളേജിൽ പോകുമ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ ഇടുന്നുണ്ട്, പണ്ടൊന്നും ഇടത്തില്ലായിരുന്നു. ഞാൻ കോളേജിൽ പോകുന്ന ഒരു ലുക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് ആണ് എടുത്തിരിക്കുന്നത്. ബ്ലൂ ഹെവന്റെ ലിപ്സ്റ്റിക് ആണ്. ഡസ്കി ന്യൂഡാണ് ഇതിന്റെ ഷെയ്ഡ്. 312 ആണ് ഷെയ്ഡ് നമ്പർ. കണ്ടോ, ഇത് നമ്മള് ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്നേ തോന്നത്തില്ല. എന്നാൽ നമ്മുടെ ലിപ്സിന് നല്ലൊരു എന്താ പറയാ, ഒരു ഡ്രൈനെസ് മാറ്റിത്തരും.
കണ്ടോ? അപ്പൊ ഇത്രേ ഉള്ളൂ എന്റെ ടീനേജ് മേക്കപ്പ് ലുക്ക്. കോളേജിലും സ്കൂളിലും ഒക്കെ പോകാൻ കണക്കാക്കി മേക്കപ്പ് ചെയ്യുന്നവർക്ക് ഇത്രയും പ്രോഡക്റ്റ്, അത് വളരെ കുറച്ച് പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചോളൂ. ഏതൊക്കെയാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞാല് മോയ്സ്ചറൈസർ ഉപയോഗിച്ചു, സൺസ്ക്രീം ഉപയോഗിച്ചു. ഇത് രണ്ടും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അതിനുശേഷം നമ്മൾ ഉപയോഗിച്ചത് ഐബ്രോ ഫിൽ ചെയ്തു, പിന്നെ കൺസീൽ ചെയ്തു, കാജൽ എഴുതി, ഐലൈനർ എഴുതി, മസ്കാര അപ്ലൈ ചെയ്തു, ലിപ്സ്റ്റിക് ഇട്ടു. അപ്പം വളരെ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇതൊരു മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ മേക്കപ്പ് ഇവിടെ ഫിനിഷ് ആയി കഴിഞ്ഞു. ഇനി ഞാനൊന്ന് മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മുടെ മേക്കപ്പ് ഫിനിഷ് ആയി കഴിഞ്ഞു. ഇനി നമുക്കൊരു പൊട്ടും കൂടെ വെക്കാം. അപ്പൊ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അപ്പൊ എല്ലാവർക്കും ഈ ലുക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയ്ക്ക് ബൈ ബൈ.